വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ന്യൂസ് വന്നപ്പോൾ മുതൽ എനിക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 24 വയസ്സുള്ളൊരു നീറ്റ് ആസ്പിറൻറ്റ് അവന് ഡിസബിലിറ്റി കോട്ടയിലൂടെ MBBS അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ കാല് ആംപ്യൂട്ടേറ്റ് ചെയ്തു. നിങ്ങൾക്ക് നീറ്റ് എഴുതുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമുക്കിപ്പോൾ ഡിസബിലിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസബിലിറ്റിയുടെ പെർസെൻറ്റേജ് 70% ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും അവൻ ഇങ്ങനെ ചിന്തിച്ചത്. ഇതാകുമ്പോൾ ഡിസബിലിറ്റി 70% ആയല്ലോ. അപ്പോൾ കുറേ, അതായത് ഈ വീഡിയോയുടെ ഈ വന്ന ന്യൂസിൻ്റെ താഴെയൊക്കെ ഞാൻ കുറേ കമൻസൊക്കെ കണ്ടു. അവൻ്റെ കാലിനേക്കാൾ വലുതായിരുന്നു അവൻ്റെ സ്വപ്നം എന്നൊക്കെ ഉള്ളത്. നമുക്കതൊക്കെ പറയുമ്പോൾ പറയാമെന്നല്ലാതെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവൻ എന്ത് നേടി? ഇപ്പോൾ ഈ ന്യൂസൊക്കെ ഇങ്ങനെ ഇത്രയും പബ്ലിസിറ്റി നേടിയത് കൊണ്ട് ഒരിക്കലും അവന് ഇനിയിപ്പോൾ ഡിസബിലിറ്റി കോട്ടയിലൊന്നും MBBSന് സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അഥവാ ഇനിയിപ്പോൾ അവന് ഡിസബിലിറ്റി കോട്ടയിലൂടെ തന്നെ ഒരു MBBS സീറ്റ് കിട്ടിയെങ്കിൽ തന്നെ ഈ MBBS എന്ന് പറയുന്നത് ഇപ്പം നീറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് MBBSലേക്കുള്ളൊരു എൻട്രി എക്സാമാണ്. ഈ MBBS കിട്ടിയ എല്ലാവർക്കും ജോലി ഉറപ്പാണോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ LDയുടെയോ അല്ലെങ്കിൽ UDയുടെയോ ഒക്കെ LD UD അല്ല PSC UPSC എക്സാംസ് ഒക്കെ എഴുതുന്ന പോലെ നമുക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. പക്ഷേ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പം നീറ്റിന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നീറ്റിന് തന്നെ ഒരു കൊല്ലം ഇത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അത് ക്ലിയർ ചെയ്ത്, അതായത് 3-4 വർഷമൊക്കെ ആളുകൾ സ്ട്രഗിൾ ചെയ്തിട്ട് കയറി വന്നിട്ട് ഇനി ഒരു PGക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്ട്രഗിൾ ഇതിലും വലുതാണ്. മനസ്സിലായോ? നമ്മളിപ്പം നീറ്റ് എഴുതി വന്നിട്ടുള്ള ഏതൊരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കി MBBS ആണോ നീറ്റ് ആണോ ടഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പറയൂടാ MBBS ആണ് ടഫ്. നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളിപ്പോൾ കാണുന്ന ലോകം ഒന്നുമല്ല ഇവിടെ വന്നിട്ട് നിങ്ങളിനി കാണാനിരിക്കുന്നത്. നമ്മൾ ഉറച്ച് അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിക്കേണ്ടി വരും. നമ്മൾ ഇപ്പം 3-4 വർഷം എടുത്ത് സ്ട്രഗിൾ ചെയ്ത് വീണ്ടും നമ്മൾ അതിലും വലിയൊരു സ്ട്രഗിളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അടക്കമുള്ള കാറ്റഗറി ഈ ഒരു പ്രായത്തിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ആയിരുന്നില്ല പണ്ട് നീറ്റ് എഴുതിയ സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് അൾട്ടിമേറ്റ്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു തരാൻ ആരും ഇല്ല. അതൊന്നാമത്തെ കാര്യം. ഞാനൊക്കെ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ആദ്യത്തെ ഡോക്ടറാണ്. നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് ഒന്നും ആരുമില്ല. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ BSc കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു കോഴ്സിൻ്റെ കൂടെ നീറ്റ് വേണം എന്നുള്ളൊരു ഇതിൽ എഴുതിയെടുത്ത ഒരാളാണ്. ഇപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിലും അവൾ സൂപ്പർ റിപ്പീറ്റ് ആയിരുന്നു. ഇപ്പോൾ BDSനാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവളുടെ കോളേജിൽ, അതായത് 4 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് വന്ന കൊച്ചുങ്ങളുണ്ട്. അവർക്ക് ഒരു രീതിയിലും BDSുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മനസ്സിപ്പോഴും ആ ഒരു നീറ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. പിന്നെ ഈ നീറ്റ് കാരണം കുറേ ആളുകൾക്ക് ഡിപ്രഷനും ആൻസൈറ്റി ഇഷ്യൂസും ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം നീറ്റ് എഴുതി ക്ലിയർ ചെയ്ത്, അതായത് ഗവൺമെൻറ് കോളേജിൽ പഠിച്ച ഒരു കുട്ടി കുറച്ച് ദിവസത്തിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനൊട്ടും പറ്റുന്നില്ല ഇത്. അവൻ എൻ്റെ അടുക്ക് പറയാ, ചേച്ചി ഞാനങ്ങ് ചത്താലോ എന്ന്, ഞാനങ്ങ് സൂയിസൈഡ് ചെയ്താലോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു ജോലി ഉറപ്പാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ജോലി കണ്ടെത്തണോടാ. ഇപ്പം നമ്മൾ സാധാ ഒരു BSc കെമിസ്ട്രിയോ അല്ലെങ്കിൽ BSc ഫിസിക്സോ പഠിച്ചവരെ പോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏകദേശം MBBSും. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജോലി കണ്ടെത്തണം. അല്ലാണ്ട് MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്, നിങ്ങൾക്കൊരു 1 lakh പ്ലസ് സാലറിയിൽ ജോലി ഉറപ്പാണ്, അങ്ങനെ ഒന്നുമല്ല. MBBS കഴിഞ്ഞിട്ട് 25,000 രൂപ സാലറിക്ക് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഞങ്ങളുടെ കോളേജിൽ തന്നെ ഉണ്ട്. മനസ്സിലായോ? അവർ ജസ്റ്റ് ഒരു സോഴ്സ് ഓഫ് ഇൻകം നോക്കിയിട്ട് അവർ PGക്ക് പ്രിപ്പയർ ചെയ്യുവാണ്. PG 1, 2, 3 കൊല്ലം എഴുതിയിട്ട് ആളുകൾക്ക് കിട്ടുന്നില്ല. ഇപ്പം ഒന്നും അറിയാത്ത അമ്മൂമ്മമാർ തന്നെ നമ്മളുടെ അടുക്ക പറയാറുണ്ടല്ലോ. ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുക്ക പറയും, MBBS കൊണ്ടൊരു കാര്യമില്ലല്ലോ മോളെ, PG വേണ്ടേ? ആ ഒരു നിലവാരത്തിലെത്തി കാര്യങ്ങൾ. MBBS കൊണ്ടൊരു കാര്യമില്ല, PG ഉണ്ടെങ്കിലേ വിലയുള്ളൂ. ആ ഒരു വിലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുകയാണ് നമ്മുടെ ആയുസ്സിലെ 3 വർഷം. ഇപ്പം ഞാനെന്ന് പറയുന്ന ആൾ 2021 കയറിയതാണ്. ഇപ്പോൾ വർഷം 2026 ഞാൻ ഇപ്പോഴും ഫൈനൽ ഇയർ ആണ്. മനസ്സിലായോ? നമ്മൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി മെഡിക്കോ യൂട്യൂബേഴ്സിനെ കാണാം. കാരണം എന്താണെന്നറിയോ? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കൊളാബ് കിട്ടിയാൽ മാത്രം വീഡിയോ ചെയ്യുന്ന മെഡിക്കോ യൂട്യൂബേഴ്സിനെയാണ് ഞാനിപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവർ അത്രയും സ്ട്രഗ്ലിംഗ് ആണടാ. കാരണം ഒരു 25 വയസ്സുള്ള ഒരാളെന്ന് പറയുന്നത് ചിലവർ കല്യാണം കഴിക്കും, അതായത് അവരൊന്ന് സെറ്റിൽഡ് ആയിട്ട് കല്യാണം കഴിക്കുന്ന സമയമാണ്. മനസ്സിലായോ? കല്യാണമൊക്കെ കഴിച്ചവർ സുഖമായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പേരൻസിനോട് പൈസ ചോദിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കുറേ ആളുകളും യൂട്യൂബ് ചാനൽ എന്തോ ഒരു നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആണെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലേക്ക് വരുന്നത്. ഇവിടെയും സ്ട്രഗിൾ തന്നെയാണ്. നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് നല്ല സ്ട്രഗിളുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവർ ഇപ്പോൾ ഇവൻ്റെ കേസിൽ തന്നെ ഇവൻ 24 വയസ്സായി. ഇവൻ 5.5 കൊല്ലം പഠിക്കണം. അതായത് ഇവൻ 30 വയസ്സാകുമ്പോഴാണ് ഇവൻ MBBS കഴിയുന്നത്. MBBS കൊണ്ട് ഇപ്പം തന്നെ MBBS കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുടെ ചിന്താഗതി അന്നത്തെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവർ അന്നേരവും പറയും MBBS കൊണ്ട് ഒരു കാര്യവും ഇല്ലയെന്ന്. അപ്പോൾ അവൻ വീണ്ടും PGക്ക് പ്രിപ്പയർ ചെയ്യണം. ഇപ്പം
ഡിസബിലിറ്റി കോട്ട ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പി ജിക്കും ഇത്തിരി ഇതാവും. പക്ഷെ അല്ലാണ്ട് വരുന്നതോ, അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 3, 4, 5 കൊല്ലം എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കൊച്ചുങ്ങൾക്കാണ്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ നല്ല സ്ട്രഗിൾ ആയിരിക്കും ഇവിടെ. കാരണം നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണിടാ. നമ്മളെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മളെ കൊണ്ട് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം എത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ച് നോക്കി, നമ്മൾ 1, 2, 3 വട്ടം ശ്രമിച്ച് നോക്കി, നമ്മളെ കൊണ്ട് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതേം കൊണ്ടേ വരുമെന്ന് വിചാരിച്ച് ഒന്നും കൂടെ ശ്രമിക്കണം. എന്നിട്ടും നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും നന്നായിട്ട് എക്സൽ ചെയ്യാൻ നോക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു 3, 4 വട്ടം റിപ്പീറ്റ് ചെയ്ത് കയറുമ്പോൾ തന്നെ ഇപ്പോൾ 30 വയസ്സാവും നമ്മൾ MBBS കഴിയാൻ. വീണ്ടും നമ്മൾ PG ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ്. ഇങ്ങനെ കയറുന്നവർ പറയും ഞാൻ ഫസ്റ്റ് ടൈം PG ക്ലിയർ ചെയ്തെടുത്തോളാം. നടക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ 100 പേരിൽ ചിലപ്പോൾ ഒരാൾക്ക് പറ്റുമായിരിക്കും ഇവിടെ. അപ്പോൾ ബാക്കി 99 പേരുടെ കാര്യമോ അവർ വീണ്ടും 1, 2 കൊല്ലം ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് PG എടുത്ത് PG 3 വർഷം പ്ലസ് 1 വർഷം സീനിയർ റെസിഡൻ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യണം. വീണ്ടും 4 വർഷമായി. അപ്പോൾ മൊത്തം നമ്മുടെ 34, 35 വയസ്സാവും ഈ ഒരു കൊച്ചിനെ പോലുള്ള ഒരാൾ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ ഒരു 23, 22 വയസ്സിൽ അവൻ ആ ഒരു ഡ്രീം തൽക്കാലം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഫീൽഡിലേക്ക് മാറിയായിരുന്നെങ്കിൽ അവന് ചിലപ്പോൾ ഒരു 28, 29 വയസ്സാകുമ്പോഴത്തേക്ക് സെറ്റിൽ ആവാൻ പറ്റുമായിരുന്നു. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ ഒരുമാതിരി മണ്ടത്തരങ്ങൾ കാണിക്കാണ്ടിരിക്കും നിങ്ങൾ. കാരണം കുറേ പേര് എനിക്ക് ഇങ്ങനത്തെ കമൻസ് ഒക്കെ ഇടുന്ന കാണുമ്പോൾ വായിക്കുമ്പോൾ എനിക്കും കൂടെ ആ ടെൻഷൻ. ഞാൻ കുറേ പേരെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇങ്ങനത്തെ കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ചിലപ്പോൾ അവർ അങ്ങനെയൊക്കെ ചെയ്തു പോയാലോ ഒക്കെ എന്നുള്ളൊരു വെപ്രാളം വരും എനിക്ക്. ഞാൻ എൻ്റെ അനിയത്തിനെ തന്നെ ചില കമൻസിൽ എൻ്റെ അനിയത്തിനെയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാനൊന്ന് വിളിച്ച് സംസാരിക്കാം, ചിലപ്പോൾ ഇനി അവനോ അല്ലെങ്കിൽ അവളോ അങ്ങനെ ചെയ്തു പോയാലോ എന്നുള്ളൊരു വെപ്രാളമാണ്. മനസ്സിലായോ? ഇത്രയും ഇതാക്കേണ്ട കാര്യമില്ലടാ. ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ടും സ്ട്രഗിളാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ നോക്കാത്ത എന്താ? ഇത് തന്നെ എന്ന് പറഞ്ഞിരുന്നാലും ഞാൻ പറഞ്ഞു കണ്ടോ, ബാക്കിയുള്ള നമ്മൾ ഒരു 30 വയസ്സ് വരെ നമ്മളുടെ പേരൻസിനെ പൈസയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. MBBS എന്ന് പറയുന്നൊരു കോഴ്സിൻ്റെ പാർട്ട് ടൈം എന്ന് പറയുന്നത് വളരെ ഒരു ചാൻസ് കുറവാണ്. കാരണം നിങ്ങളിതൊന്ന് നോക്കിക്കേ. ഞാനത് എപ്പോഴും കാണിക്കുന്നതാണ്, ഒരു വട്ടം കൂടെ കാണിക്കുന്നതാണ്. അതാണ്ടോ ഇത് ഞങ്ങളുടെ സർജറിയുടെ ടെക്സ്റ്റാണ്. ഇതിനെക്കാട്ടിലും വലുതാണ് മെഡിസിൻ്റെ ടെക്സ്റ്റ്. ഗൈനക്കുണ്ട്, ENT ഉണ്ട്, ഒഫ്താലുണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, പിന്നെന്താ ഓർത്തോ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് ഒരു പാർട്ട് ടൈം ജോബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടുന്നില്ലടാ, പിന്നെ എങ്ങനെയാണ് പാർട്ട് ടൈം ജോബ് പറ്റുന്നേ? അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ മനസ്സിലാക്കുക. ഇതല്ല നമ്മുടെ ലൈഫിൽ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് MBBS അല്ല. MBBSനേക്കാൾ നല്ല ഒത്തിരി പ്രൊഫഷൻസ് ഉണ്ടടാ. നമ്മൾ ഇതിനകത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരിക്കാണ്ട് നമ്മൾ വേറെ ഓപ്ഷൻസ് നമ്മളായിട്ട് കണ്ടെത്തുക. നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റാതിരിക്കോ. ചിലവർക്ക് ആ ഒരു ഫിസിക്സിൽ ടാലൻ്റ് ഉള്ള ഒരാളല്ല ഡോക്ടർ ആവേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. കാരണം നീറ്റിന് മോശം സ്കോർ ഉള്ളവർ ഇവിടെ നല്ല ഡിസ്റ്റിങ്ഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് ആ ഒരു ഫീസ്, ഒരു സെൽഫ് ഫിനാൻസിൻ്റെ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എത്രയോ കൊല്ലം ട്രൈ ചെയ്തിട്ടും ഒരു മെറിറ്റിലൊരു സീറ്റ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ല ഓപ്ഷനാണ് നമുക്ക് പറ്റുന്ന ഒരു ഫീൽഡ് എടുത്ത് അതിലേക്ക് മാറുക. ഇപ്പോൾ ഈ അഗ്രികൾച്ചർ എടുക്കുന്നവരാണെങ്കിലും BDS എടുക്കുന്നവരാണെങ്കിലും വെറ്റിനറി എടുക്കുന്നവരാണെങ്കിലും ഇതിൽ ഒരാളെങ്കിലും അത് ആഗ്രഹിച്ച് വരുന്നവരുണ്ടാവൂ. എല്ലാവരും MBBS കിട്ടിയിട്ട് കിട്ടാതാവുമ്പോൾ മാത്രം എടുക്കുന്നതാണിത്. അല്ലാണ്ട് MBBS കിട്ടിയ ഒരാളെന്തായാലും അത് ക്വിറ്റ് ചെയ്തിട്ട് വെറ്റിനറിക്ക് പോവോ, ക്വിറ്റ് ചെയ്തിട്ട് അഗ്രികൾച്ചറിന് പോവോ? ഒരിക്കലുമില്ല. അപ്പോൾ അതാ പറഞ്ഞത്, അവിടെയൊക്കെ എല്ലാ കൊല്ലവും ഇപ്പോൾ ഒരു അഗ്രികൾച്ചറിന് 120 സീറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേക്കൻ്റ് ആവുന്നുണ്ടോടാ? ആ 120 പേരും MBBS ആഗ്രഹിച്ചവരാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയതിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. മനസ്സിലായോ? അല്ലാണ്ട് ഇതോടുകൂടി നമ്മുടെ ജീവിതം നശിപ്പിക്കണം അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഞാനൊരു പ്രിപ്പറേഷനോടെ ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് പറഞ്ഞു എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ഒരു പ്രിപ്പറേഷനോടെ ഞാൻ എടുത്ത വീഡിയോ അല്ല. എനിക്ക് ചില കമൻസ് കാണുമ്പോൾ എനിക്ക് അത്രയും സങ്കടമാണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് എൻ്റെ പറയാം ചേച്ചി ഞാനങ്ങ് ചത്ത് കളയട്ടെ എന്ന്. അതിന് പറ്റുന്നില്ല. കാരണം കുറച്ച് പാടാണ്. കാരണം ഫസ്റ്റ് ഇയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എഴുതി ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ ഇയർ ബാക്ക് ആവും, നമ്മൾ ജൂനിയേഴ്സിൻ്റെ കൂടെ ആവും. ഓൾറെഡി 2-3 കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടാണ് കൊച്ചുങ്ങൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഇയർ ബാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തുല്യമാവും. നമ്മൾ ജൂനിയർ ബാച്ചിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ പല ടെൻഷനാണ്. മനസ്സിലായോ? നമ്മൾ നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടിയതിൽ മാക്സിമം കിട്ടിയതിൽ ബെറ്റർ നോക്കി സെലക്ട് ചെയ്ത് അതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് എക്സൽ ആവാൻ നോക്കുക.
അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുന്നത്, എല്ലാവരും കൂളായിട്ടിരിക്കും. ഇത്രയും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറ്റുന്ന പോലെ ശ്രമിച്ചാൽ മതിയുടെ. ആരും നമ്മളെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ നമ്മളുടെ പേരൻസ് പിടിച്ച് കൊല്ലും തല്ലും, അവരൊന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവരൊക്കെ ഈ ന്യൂസ് കാണുന്നവരൊക്കെ തന്നെയല്ലേടാ. നമ്മളുടെ ഒരു എന്താണ് മെൻ്റൽ ഹെൽത്താണ് അവർക്ക് എപ്പോഴും പ്രധാനം. നമുക്കിപ്പോൾ തോന്നും അവരെന്നെ കൊല്ലും തല്ലും, ഒന്നും ചെയ്യത്തില്ലടാ. മനസ്സിലായോ? നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടും. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുന്നത് അവർ കണ്ടാൽ മാത്രം മതി. അല്ലാണ്ട് നിങ്ങൾ ഉഴപ്പി നടന്നിട്ട് നിങ്ങൾക്ക് കിട്ടാതാവുമ്പോഴല്ലേ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാനാ? ഇപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഭാരിച്ച കാര്യങ്ങൾ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ആരെങ്കിലും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്? നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പഠിക്കുക, അത്രയൊക്കെ മതി. ഇനിയിപ്പോൾ 90 ദിവസം കൂടെ ഉള്ളൂ, നമുക്ക് ചാവാൻ പറ്റും. ഇനി 90 ദിവസം കൊണ്ടേ ഉള്ളൂ, എനിക്ക് പഠിച്ചാൽ തീരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ ആ ഒരു വഴിക്കങ്ങ് വിടുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാടാ. കിട്ടിയില്ലെങ്കിൽ എന്താ ഈ ലോകത്ത് MBBS മാത്രമേ ഉള്ളൂ? ബാക്കി പഠിക്കുന്നവരാരും മനുഷ്യരല്ലേ? നിങ്ങളുടെ മാക്സിമം നോക്കിയാൽ മതിയടാ. പറ്റുന്ന പോലെയൊക്കെ പഠിച്ചാൽ മതി. എന്തിനാ വെറുതെ അനാവശ്യ ടെൻഷൻ എടുത്തിട്ട് അതിലും വലിയ ടെൻഷൻ എടുത്ത് ഇവിടെ വന്ന് കിടക്കുന്നത്? പറ്റുന്ന പോലെയൊക്കെ പഠിച്ചാൽ മതി, സമാധാനമായിട്ടിരുന്നാൽ മതി. നമ്മളുടെ മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും പ്രധാനം. നമുക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഓപ്ഷൻസിനകത്തിൽ നമുക്ക് ഉയർന്നു വരാനായിട്ട് പറ്റും. കേട്ടോ? സമാധാനമായിട്ടിരുന്നാൽ മതി. ആരും ഇത്രയും വലിയ ടെൻഷനൊന്നും എടുക്കണ്ട. എന്തിനാ വെറുതെ? നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ മതി. എനിക്കാണെങ്കിൽ വിഷമം വരുക എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ. കാരണം ഞാൻ ഡെയിലി എനിക്ക് എൻ്റെ തിരക്ക് കാരണം നിങ്ങളുടെ മെസ്സേജസിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ചിലതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് വെപ്രാളം വരും. ദൈവമേ, ചിലപ്പോൾ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ ആയാലോ എന്നൊക്കെ ഉള്ളൊരു തോന്നി. എന്തിനാ വെറുതെ? നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പഠിച്ചാൽ മതി. അതൊക്കെ മതി. അപ്പോൾ അത്രേ ഉള്ളടാ. ശരി, ടാറ്റ.